അപ്പോൾ നമുക്ക് ഈ ക്രിസ്മസിന് നല്ലൊരു പ്ലം കേക്ക്, ഇൻസ്റ്റൻറ്റ് പ്ലം കേക്ക് റെഡിയാക്കി എടുത്താലോ. നല്ല ഫ്ലേവർ ആയിട്ടുള്ള നല്ല അടിപൊളി പുറത്തുനിന്ന് കിട്ടുന്നതിനെക്കാട്ടും ടേസ്റ്റിലുള്ള ഒരു പ്ലം കേക്കാണ്. അപ്പം നിങ്ങൾക്ക് ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പം ഫസ്റ്റ് തന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കാരമലൈസ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം കൂടിയും അതിലോട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാം കേട്ടോ. ഞാൻ മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ കുറച്ച് അതിലേക്ക് സീഡ്ലെസ് റേസിൻസും പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ച് നട്ട്സും കൂടി ആക്കിയിട്ട് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കാരമലൈസ് ചെയ്യുമ്പോൾ കരിഞ്ഞു പോകാൻ നോക്കണം കേട്ടോ. കരിഞ്ഞു പോയാൽ കേക്കിന് ഒരു കയ്പ്പ് ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പൈനാപ്പിൾ ജ്യൂസ്, ഫ്രഷ് പൈനാപ്പിൾ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പൈനാപ്പിൾ അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചാലും മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മിക്സഡ് ജാമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ സോക്കിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സീൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 3 കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്ക ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ ഈ പട്ടൻ്റെ പൊടി ഇങ്ങനെ ഏലക്കാൻ്റെ പൊടി അങ്ങനെ ഇത് വേറെ വേറെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഷുഗറിലേക്ക് തന്നെ ഇട്ട് അടിച്ചെടുത്താൽ നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഒന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ച പഞ്ചസാരയിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ടൊന്ന് അടിച്ചെടുത്ത് വരാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലും കൂടി ഇട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത ആ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, മിക്സിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി. ബീറ്റർ ചെയ്ത് എടുക്കുന്ന പോലെ തന്നെ അതേ ടെക്സ്ചറിൽ തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാനൊരു മോൾഡിലോട്ട് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിത് ബേക്ക് ചെയ്തത് 200 ഡിഗ്രിയിൽ ഒരു 30 to 35 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ ഓവണും ഓരോ പോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് സ്ക്യൂർ കൊണ്ട് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ബാക്കി വന്ന ബാറ്റർ വേറൊരു പേപ്പർ മോൾഡിലേക്കും ആക്കി എടുത്തിട്ട് ഉണ്ട് കേട്ടോ. അപ്പം ഞാനിതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അടിപൊളി പ്ലം കേക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. സ്പൈസസിൻ്റെ ഒക്കെ നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എല്ലാവരും കമൻസൊക്കെ അറിയിക്കുക. എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ.